നമസ്കാരം. യൂറോപ്യൻ ഫ്യൂച്ചറും അമേരിക്കൻ ഫ്യൂച്ചറും ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം പ്രതീക്ഷിക്കാൻ. നിഫ്റ്റി 2% അപ്സൈഡിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നിഫ്റ്റി 2% ഇടിഞ്ഞ് 22,350 ക്ലോസിംഗ് നൽകിയത്. ഇന്ന് 22,800, 22,700 തുടങ്ങിയ സോണുകളിലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. മാർച്ച് മാസത്തിൽ ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിൽ നിന്നും 11% കറക്റ്റ് ആവുകയും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. US-ഇറാൻ സംഘർഷം വരുന്ന 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കും എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അപ്ഡേറ്റിനെ തുടർന്നാണ് US ഇൻഡെക്സുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. നാസ്ഡാക്ക് 3.4%, S&P 2.9% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റിലും ഇപ്പോൾ ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സും സൗത്ത് കൊറിയൻ ഇൻഡെക്സും ഏഷ്യ പസഫിക് ഇൻഡെക്സുമൊക്കെ 1% മുകളിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.5% ഇടിഞ്ഞ് $102 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് NTPC ഗ്രീൻ എനർജി. NTPC ഗ്രീൻ എനർജിയുടെ സബ്സിഡറി കമ്പനിയായ NTPC റിന്യൂവബിൾ എനർജി എന്ന കമ്പനി ഗ്രീൻ അമോണിയ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി SCCയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് NTPC ഗ്രീൻ എനർജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ NTPC ഗ്രീൻ എനർജിയുടെ ഓൺഗോയിങ് പ്രോജക്റ്റായ കവട സോളാർ ഫോട്ടോവോൾട്ടായിക് പ്രോജക്റ്റിൻ്റെ 78.02 മെഗാവാട്ട് എനർജി ജനറേഷൻ ഫേസ് കൂടി കമ്പനി ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപേ 90 മെഗാവാട്ട് ശേഷിയുള്ള കവട 2 സോളാർ ഫോട്ടോവോൾട്ടായിക് പ്രോജക്റ്റിൻ്റെ ഫേസ് കമ്പനി കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NTPC ഗ്രീൻ എനർജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ നസാര ടെക്നോളജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. മൾട്ടിവേവ് മൾട്ടിമീഡിയയുടെ 12.5% സ്റ്റേക്കുകൾ, നെക്സ്റ്റ് വേവ് മൾട്ടിമീഡിയയുടെ 12.56% സ്റ്റേക്കുകൾ നസാര ടെക്നോളജി അക്വയർ ചെയ്തതുകൊണ്ട് നസാര ടെക്നോളജി എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് JSW ഗ്രൂപ്പിൽ നിന്നും 357 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. റേക്സ് ആൻഡ് വാഗൺസ് മാനുഫാക്ചർ ചെയ്യുന്നതിനും സപ്ലൈ ചെയ്യാനുമുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോംസ് ഇൻഡസ്ട്രീസ് പയനിയർ സ്റ്റേഷനറീസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 57% നിന്നും 64% ഉയർത്തിയതുകൊണ്ട് ഡോംസ് ഇൻഡസ്ട്രീസിനെയും ശ്രദ്ധിക്കാം. റെയിൽടെൽ കോർപ്പറേഷന് 29 കോടി രൂപയുടെ ഓർഡർ ജാർഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളുടെ ആനുവൽ ടേൺ ഓവർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ കഴിഞ്ഞ വർഷം ഹയസ്റ്റ് എവർ ആനുവൽ ടേൺ ഓവറാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 6,400 കോടി രൂപയുടേത്. കൂടാതെ 129% ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. NCC എന്ന കമ്പനിക്ക് 1,292 കോടി രൂപയുടെ 5 കമ്പൈൻഡ് ഓർഡറുകൾ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NCC എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോളോ പൈപ്പ് എന്ന കമ്പനി മിർസാപൂറിലെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കാനുള്ള തീരുമാനം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോളോ പൈപ്പ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. അവന്യൂ സൂപ്പർമാർട്ട് 12 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് കമ്പനിയുടെ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 500ലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും ആനുവൽ ടേൺ ഓവർ റിപ്പോർട്ട് പുറത്തുവന്നു. 32,250 കോടി രൂപയുടെ ആനുവൽ ടേൺ ഓവറാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2.54 ലക്ഷം കോടി രൂപയുടെ ഓർഡറുകളും കമ്പനിക്കുണ്ട്. മിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. കോപ്പോളി മഹാരാഷ്ട്രയിൽ കമ്പനി പുതിയ ഒരു സബ്സിഡറി ബേക്കറി ഫെസിലിറ്റി ആരംഭിക്കുകയും ഏകദേശം 36,464 മെട്രിക് ടൺ പെർ ആനം ശേഷിയുള്ള കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബെക്ടേഴ്സ് ഫുഡ് ആൻഡ് സ്പെഷ്യാലിറ്റി എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.